ബഡീസ് വീടിന്റെ ഓണറമ്മയുടെ അടുത്ത് പോയിട്ട് കുറെ നാളായിട്ടോ. എനിക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് തരുന്ന അമ്മ. ഈ കാണുന്ന ബേക്കറി ഐറ്റംസ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അമ്മ എനിക്ക് മാങ്ങ ഉപ്പും മുളകും ഇട്ട് തന്നു. ഒപ്പം അമ്പലത്തിലെ പ്രസാദവും. ഞാൻ ഓവർനൈറ്റ് 2 മണി 3 മണി വരെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രാവിലെ 11 മണിക്ക് എണീക്കുക. അമ്മയുടെ അടുത്ത് പോകാൻ കഴിയുന്നില്ല. അമ്മയുടെ അടുത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. പൈസ ഒന്നും കൊടുക്കാതെയാണ് അമ്മ എനിക്ക് ഭക്ഷണം തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ തോന്നാത്തത്. ചെലവിന് 100 200 കൊടുത്താൽ പോലും അമ്മ വാങ്ങിക്കാറില്ല. എന്തിന്? എനിക്ക് കടം തന്ന പൈസ പോലും അമ്മ വാങ്ങിക്കാറില്ല. ഇന്നലത്തെ ദിവസം തീരെ ഓർഡർ കുറവായിരുന്നില്ല ബഡീസ്. 1000 രൂപയെ ഒപ്പിക്കാൻ പറ്റിയുള്ളൂ. ഇതിൽ ഫുഡും എണ്ണ ചെലവ് കൂടി 600 രൂപ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വാശിയിലാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഞായറാഴ്ച ആണല്ലോ. ഇന്ന് ഒറ്റ ദിവസം 3000 രൂപ ഉണ്ടാക്കണം തീരുമാനിച്ചു. വിചാരിച്ച പോലെ തന്നെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ഇന്നും ഉച്ചഭക്ഷണം വൈകി. ഭക്ഷണം കഴിച്ച് പകുതി ആകുമ്പോഴേക്കും ഹൈലൈറ്റ് മാളിലേക്ക് ഒരു ഓർഡർ അടിച്ചു. ഭക്ഷണം വേഗം കഴിച്ച് ഞാൻ ഓർഡർ എടുക്കാൻ പോയി. സമയം അങ്ങനെ 4 മണിയായി. ചൂട് കുറഞ്ഞ് നല്ല തണുത്ത കാറ്റ്. ഇപ്പോഴും ബീച്ചിന്റെ സൈഡ് നല്ല ചൂടായിരുന്നു. ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാവരും രാത്രി എത്തുള്ളൂ എന്നറിയാം. അങ്ങനെ അതും സംഭവിച്ചു. റെയിൻ സർജ് ഓണായി. ചൂട് കാരണം ഞാൻ പലവട്ടം വിചാരിക്കുന്ന ഒരു സംഭവമാണ്, ഒന്ന് മഴ പെയ്ത് തണുപ്പിച്ചിരുന്നെങ്കിൽ. ഈ മഴ പെയ്യേണ്ടത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ. പെയ്തിരിക്കണതോ 5 മണിക്ക് ശേഷം. ആർക്ക് വേണം ഈ മഴ? ആ മഴ പെയ്തതോ അരമണിക്കൂർ, അതും വെറും ചാറ്റൽ മഴ. അങ്ങനെ അടുത്ത ഓർഡർ കുന്നമംഗലം KFC-യിലായിരുന്നു. അതൊരു ലോങ് ഓർഡർ ആയിരുന്നു. അങ്ങനെ കോഴിക്കോട് ടൗണിലേക്ക് എത്തുമ്പോഴേക്കും പെരുമഴ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും പ്ലാസ്റ്റിക് എടുത്തിട്ടു. പിന്നെ പറയണോ, റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമായിരുന്നു. വെള്ളം കുടിക്കാൻ പോലും മറന്നുപോയി. അങ്ങനെ ഒരു ചായക്കടയിൽ കയറിയിട്ട് വെറൈറ്റി കട്ട്ലേറ്റ് കഴിച്ചു. അവിടുത്തെ ചായയും കട്ട്ലേറ്റും പൊളി. ചൂട് കാരണം ഊതി തിന്നു. വീണ്ടും അടുത്തൊരു ലോങ് ഓർഡർ. കോഴിക്കോട് നിന്നും ബേപ്പൂരിലേക്ക് പോകുന്ന വഴി റോഡൊക്കെ വെള്ളം കെട്ടി കിടക്കായിരുന്നു. കസ്റ്റമർ ലൊക്കേഷൻ കറക്റ്റ് അല്ലായിരുന്നു കേട്ടോ. കസ്റ്റമറുടെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഫോൺ വിളിച്ച് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ആൾ താല്പര്യമില്ലാത്ത പോലെയാണ് സംസാരിച്ചത്. അങ്ങനെയുള്ളവർ എന്തിനാ ഫുഡ് ഓർഡർ ചെയ്യുന്നത്? എന്നിട്ട് കറന്റ് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞപ്പോഴോ വീണ്ടും തെറ്റായ ലൊക്കേഷൻ. അത് കഴിഞ്ഞുള്ള ലാസ്റ്റ് ഓർഡറും ഇതേ സെയിം അവസ്ഥയാണ്. ലൊക്കേഷൻ എവിടെയോ കസ്റ്റമർ എവിടെയോ. അതും കഴിഞ്ഞ് വിശപ്പ് തോന്നി നല്ലൊരു ബിരിയാണി തന്നെ കഴിച്ചു. പറഞ്ഞ പോലെ 3000 ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. 2450 രൂപ. അങ്ങനെ നിരാശയോടെ ഡ്യൂട്ടി ഓഫാക്കി നേരെ റൂമിലേക്ക് തിരിഞ്ഞു ബഡീസ്.